ഇന്നത്തെ വലിയ വാർത്തയിലേക്കാണ് ആദ്യം. ലയണൽ മെസ്സി കേരളത്തിലേക്ക്. മെസ്സി വരുന്നത് സ്ഥിരീകരിച്ച കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്കെന്നാണ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. മെസ്സിയെയും ടീമിനെയും കേരളത്തിലെത്തിക്കുന്നതിൽ റിപ്പോർട്ടറിന് നന്ദി പറഞ്ഞാണ് മന്ത്രിയുടെ പോസ്റ്റ്. ടി വി പ്രസാദ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. ടി വി പ്രസാദ്, ഔദ്യോഗികമായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കായികമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റായി പ്രഖ്യാപനം വരികയാണ്. എത്രത്തോളം സന്തോഷമുള്ള ഒരു പ്രഖ്യാപനമാണിത് പ്രസാദ്? കേരളത്തിലെ കായിക താരങ്ങൾ, കായിക പ്രേമികളെ സംബന്ധിച്ച് സുജയ അഭിമാന നിമിഷമാണ് ഇന്ന് എന്ന് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സർക്കാർ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എന്നതാണ്. അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരുന്നു, മെസ്സി വരും കേട്ടോ എന്നാണ് ആ കായിക മന്ത്രി അബ്ദുറഹ്മാൻ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതായത് മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വരുന്നു എന്ന കാര്യം കേരള സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്നതാണ്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ മെസ്സി വരില്ലെന്നും അർജന്റീനൻ ടീം കേരളത്തിലേക്ക് വരില്ല എന്നുമുള്ള വിവാദങ്ങൾ കേരളത്തിൽ വലിയ തോതിൽ ഉയർത്താനുള്ള ഒരു സംഘടിതമായ ശ്രമം ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങളായിരുന്നു അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും RBIയും എല്ലാവരുടെയും ക്ലിയറൻസ്, അതുപോലെ തന്നെ ടീമിനെ കേരളത്തിൽ എത്തിക്കാനുള്ള മറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു വ്യാജ വാർത്ത കേരളത്തിൽ പ്രചരിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഉണ്ടായത്. ആ സമയത്ത് തന്നെ മന്ത്രി അതിനെ തിരുത്തുകയാണ്. അതായത് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ AFAയുടെ ഭാഗത്ത് നിന്ന് വരില്ല എന്ന് പറയുന്ന ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ പലരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അതിൽ സ്ഥിരീകരണമുണ്ടാകുന്നു എന്നതാണ്. അന്ന് വിവാദങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്ന ഘട്ടത്തിൽ മാത്രമാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ MDയുമായ ആൻഡോ അഗസ്റ്റിന് പരസ്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തേക്ക് വരേണ്ടി വന്നത്. ആ മാസങ്ങളായി പിന്നണിയിൽ തുടരുന്ന ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു ഇതിന്റെ പിറകിൽ. ഇപ്പോഴും അത് അഹോരാത്രം തുടരുകയാണ്. അങ്ങനെ തുടരുമ്പോഴും മെസ്സി വരുമെന്നോ വരില്ല എന്നോ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ വിവാദമായി വരില്ല എന്ന പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മാത്രമാണ് പരസ്യമായി പ്രഖ്യാപിച്ചത് മെസ്സിയും അർജന്റീനൻ ടീമും കേരളത്തിലേക്ക് വരും. ആ പ്രഖ്യാപനത്തിന് അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നന്ന് തന്നെ പറഞ്ഞതാണ്. ഒടുവിൽ ഇതാ സുജയ പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു. അർജന്റീനൻ ടീം മെസ്സിക്കൊപ്പം കേരളത്തിലേക്ക് എത്തും എന്നത്. ഓക്കെ, താങ്ക് യു ടി വി പ്രസാദ്. തിരുവനന്തപുരത്ത് നിന്ന് പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.